നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ചൈനയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഊർജിതമാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നിലപാടാണ് സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത 50 വർഷത്തേക്ക് ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും പ്രാധാന്യം നൽകുകയെന്ന് സൗദിയുടെ എണ്ണ കമ്പനിയായ അരാംകോ അറിയിക്കുകയുണ്ടായി. ഞായറാഴ്ച നടന്ന ചൈന ഡെവലപ്മെന്റ് ഫോറത്തിലാണ് അരാംകോ അടുത്ത 50 വർഷത്തേക്ക് ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് അറിയിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാഷ്ട്രങ്ങളിലൊന്നായ സൗദി അറേബ്യ ഈ വർഷത്തെ ആദ്യ 2 മാസങ്ങളിൽ ചൈനയിലേക്കാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റി അയച്ചത് എന്ന കണക്കുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 1.86 മില്യൺ ബാരൽ പെട്രോളിയം ഉൽപ്പന്നം പ്രതിദിനം ചൈനയിലേക്ക് സൗദി കയറ്റി അയക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കൊറോണ വ്യാപനത്തിന് പിന്നാലെ എണ്ണ കയറ്റുമതിയിൽ വലിയ കുറവായിരുന്നു നേരിട്ടത്. ഒപെക് രാഷ്ട്രങ്ങൾ ഏകോപിതമായി എടുത്ത തീരുമാനത്തിലും കുറവായിരുന്നു കയറ്റി അയച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അളവ് എന്നത്. ഇത് ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിതെളിച്ചത്. ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റി അയക്കുന്ന രാഷ്ട്രം റഷ്യയായിരുന്നു. എന്നാൽ 2020 സൗദി റഷ്യയുടെ റെക്കോർഡ് തകർത്ത് ചൈനയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റി അയക്കുകയുണ്ടായി. ചൈനയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അത് അടുത്ത 5 വർഷത്തേക്ക് മാത്രമല്ല 50 വർഷത്തേക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് അരാംകോ CEO അന്ന് പറഞ്ഞത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തത്. ചൈനയുടെ ഊർജ്ജ ആവശ്യങ്ങളിൽ മുൻനിര വിതരണക്കാർ ആവുക എന്നതിലുപരി എനർജി ട്രാൻസിഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുക എന്നതിലും പ്രഥമ പരിഗണന നൽകുമെന്ന് അരാംകോ അറിയിക്കുകയുണ്ടായി. ഇത് ഇന്ത്യയുമായുള്ള ബന്ധത്തെ സാരമായി ബാധിക്കുമോ എന്ന സംശയമാണ് ഉയർന്നത്. ഇത്തരം ആശങ്ക പ്രവാസികൾക്കുമുണ്ട്. സൗദിയിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികളുടെ ഏക ആശ്രയം കേന്ദ്രം മാത്രമാണ്. ചർച്ചകളിലൂടെ മാത്രമേ ഇത് പരിഹരിക്കുവാനും സാധിക്കുകയുള്ളൂ. ആയതിനാൽ തന്നെ ഇത്തരം വാർത്തകൾ പ്രവാസികളിൽ ആശങ്കയാണ് നൽകുന്നത്. അതേസമയം കോവിഡിനെ തുടർന്ന് സൗദിയിലെ അരാംകോയുടെ ലാഭം വലിയ തോതിലാണ് ഇടിഞ്ഞത്. 2020 നേർപകുതിയായാണ് കമ്പനിയുടെ ലാഭം കൂപ്പുകുത്തിയത്. $4,900 കോടി വരുമാനം കുറഞ്ഞതായി കമ്പനി ഇതിനു പിന്നാലെ പ്രഖ്യാപിച്ചു. കോവിഡ് പ്രതിസന്ധി ലോകത്തെ ഊർജ്ജ മേഖലയെ ബാധിച്ചതിനാലാണ് വില ഇടിവ്. $1,875 കോടി സൗദി അരാംകോയുടെ 3 മാസത്തെ ലാഭവിഹിതം എന്നത്. കമ്പനിയിൽ ഏകദേശം 98% ഉടമസ്ഥതയാണ് സർക്കാരിനുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.